യാ ഹബീബി സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കണം പ്രതീക്ഷിക്കുന്നു. എന്താണ് അവസ്ഥ? ഈ ശനി ഞായർ എപ്പിസോഡ് വരുന്ന സമയത്ത് ലാലേട്ടൻ നിർബന്ധമായിട്ടും ഈ ജബ്രീനെയും ജിൻഡോനെയും ജിൻഡോനെയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് കാര്യമായിട്ട് വാൺ ചെയ്യണം. കാരണം ഈ രണ്ടുപേരും കണക്കാണ്. സീരിയസ്ലി രണ്ടുപേരും കണക്കാണ്. ഇവർ രണ്ടു കൂട്ടരും ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല എന്നാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യം ജിൻഡോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ജിൻഡോനെയൊക്കെ ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വളരെ ഇന്നസെൻ്റ് ആയിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അയാൾ ഗെയിമറാണ്, പക്ഷേ ആസ് എ കണ്ടസ്റ്റൻ്റ് അയാളുടെ ഇപ്പോൾ ഉള്ള ഗെയിമിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. അയാൾ പറഞ്ഞ കാര്യങ്ങളെ മാറ്റി പറയുന്നതും നുണ പറയുന്നതൊക്കെ ഓക്കെ, ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ചിലപ്പോൾ അയാളുടെ ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം. ബട്ട് സ്റ്റിൽ അത് ചില സമയത്ത് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അയാളുടെ വായിൽ നിന്ന് പല സാഹചര്യത്തിലും വരുന്ന വാക്കുകളായിക്കോട്ടെ, പല സാഹചര്യത്തിലും പുള്ളി പലരെയും കുറിച്ച് പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, കേൾക്കുന്ന സമയത്ത് അയ്യേ ഇയാൾ എന്താ ഇങ്ങനെ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അയാൾ അത്തരത്തിലുള്ള മിസ്റ്റേക്സ് എല്ലാം തിരുത്തേണ്ടതാണ്, തിരുത്തി മുന്നേറാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷം ഫാൻസിനെ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സിനെ അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ അയാളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട്. പക്ഷെ മുമ്പ് അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന പലർക്കും ഇപ്പോൾ പുള്ളിയോട് താല്പര്യം കുറഞ്ഞതിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞ റീസൺസ് ഒക്കെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇയാൾ ഇതേ രീതിയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ അധികം നാൾ വളരെ പോസിറ്റീവായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു വൈൽഡ് കാർഡ് വന്നിട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പോയിന്റ് നിരത്തി പിടിച്ചിട്ട് അയാളതിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിൻഡോ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ജിൻഡോ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, തിരുത്തേണ്ടതായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, ജിൻഡോനെ വോൺ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട്. സോ അത് ശനി ഞായർ ലാലേട്ടൻ ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം, ഈ ഗബ്രി, ഈ ചങ്ങാതി ഇടയ്ക്ക് ഓരോ തെണ്ടിത്തരവും അല്ലെങ്കിൽ വാളിത്തരമൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. സോ ആ തെണ്ടിത്തരത്തെയും ചോദ്യം ചെയ്യേണ്ടതാണ്, പോയിന്റ് ഔട്ട് ചെയ്യേണ്ടതാണ്, വലിച്ചു കീറേണ്ടത് തന്നെയാണ്, വോൺ ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് പറയാൻ കാര്യം. പുള്ളി ഈ ജിൻഡോനെതിരെ ഗെയിം കളിച്ചോട്ടെ. കാര്യം ജിൻഡോ ഈ ജാസ്മിൻ ഗബ്രിയെ കുറിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ തിരിച്ച് ടാർഗറ്റ് ചെയ്യാം, എക്സ്ട്രീമായിട്ട് ഗെയിം കളിക്കാം, നോ പ്രോബ്ലം. പക്ഷേ അറ്റ്ലീസ്റ്റ് അങ്ങോട്ടും ഒരു മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പിയാ വാരി എറിയുന്നത്. ഇവൻ തിരിച്ചു പറയുന്നത് എന്താണ്, ജിൻഡോനെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെന്നാണ് പറയുന്നത്. ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് എന്നിങ്ങനെ എടുത്ത് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് മാത്രമല്ല അല്ലെങ്കിൽ ആണുങ്ങളോട് അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ ഗബ്രി ഒരാളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതെല്ലാം ഔട്ട് പോകുമ്പോൾ ഇതൊക്കെ അയാളുടെ കരിയറിനെയും അയാളുടെ വീട്ടുകാരെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ രണ്ടു കൂട്ടരും ഇപ്പോൾ പണ്ട് ബിഗ് ബോസ് പറഞ്ഞ പോലെ തന്നെ ആരെ കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങി എന്നുള്ളതൊന്നുമല്ല വിഷയം. അങ്ങോട്ട് പറഞ്ഞാലും തിരിച്ചിങ്ങോട്ട് പറയുന്ന സമയത്തൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ വെളിയിൽ പോണത്. സോ ഇത് രണ്ടു കൂട്ടരും പാലിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഗബ്രി എന്താണ് റേസായിട്ട് വലിയ കാര്യമായിട്ടൊക്കെ പോകുന്നുണ്ട്, പക്ഷേ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ഗബ്രി അവോയ്ഡ് ചെയ്യേണ്ടത് തന്നെയാണ്, വലിച്ചു കയറേണ്ട ഒരു കാര്യം തന്നെയാണ്. സീരിയസ്ലി മാൻ, അതൊക്കെ വലിയ അലിഗേഷനാണ്. ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. കാണുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവും അയാൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷനോ പരിപാടികളോ ഒന്നുമല്ല, അത് ഗബ്രി ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് എന്ന് മനസ്സിലാവും. പക്ഷേ ഈ വേറെ വിഭാഗം ആളുകൾ ആക്ച്വലി ഉണ്ട്. അവർ ചിലപ്പോൾ ഇത് കേട്ടിട്ട് ജിൻഡോ അങ്ങനെയാണോ എന്നുള്ള തരത്തിൽ ചിന്തിച്ചൂടാ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയും ആക്ച്വലി ഉണ്ട്, തെറ്റിദ്ധാരണകൾ ഉണ്ടാവാനുള്ള സാധ്യതകളും ആക്ച്വലി ഉണ്ട്. സോ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഈ രണ്ടു കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതിന് കടിഞ്ഞൂലിടണം. അതിന് ശരിക്കും പറഞ്ഞാൽ ആണി അടിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ എത്രയും പെട്ടെന്ന് വാർണിങ്ങുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം ആക്ച്വലി ആവുമായിരുന്നു. പിന്നെ ഗബ്രിയെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് കുറേ തവണയായി ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഗബ്രിയൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്ത് പ്രായമുണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ല, പക്ഷെ വളരെ യങ്ങാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ചിന്താഗതികൾ താഴേക്ക് ലെവലിലേക്ക് കാണുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. കാര്യം പ്രോഗ്രസീവ്
ഒരു പരിധിവരെയൊക്കെ കംപ്ലീറ്റ്ലി 100% പ്രോഗ്രസീവ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതി കാണിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ആണിനെ പോലെ കളിക്കടാ, ആണുങ്ങളുടെ കൂടെ കളിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ ആണുങ്ങളുടെ ഒപ്പം കളിക്കടാ, നീ ഇവിടുത്തെ പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട്. ഇതെന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഗബ്രിയോട് ആക്ച്വലി ലാലേട്ടൻ ചോദിക്കണം, കൃത്യമായിട്ട് ചോദിക്കണം. ഗബ്രി, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? എന്താണ് നീ ആണുങ്ങളോട് കളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്? എന്താണ് ധൈര്യം ഉണ്ടെങ്കിൽ ആണുങ്ങളോട് കളിക്കാൻ വേണ്ടി പറ. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഗബ്രിയോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. ഗബ്രിയുടെ ആ എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഗബ്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, പെണ്ണുങ്ങളെ താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്യുന്നത്. വളരെ പച്ചയ്ക്ക് ഗബ്രി പെണ്ണുങ്ങളെ താഴ്ത്തിക്കെട്ടുക തന്നെയാണ് ചെയ്യുന്നത്. കാര്യം ഈ ഷോയിൻ്റെ അകത്ത് തന്നെയല്ല, ആണ് പെണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ കഴിവുണ്ട്. അതിൽ ആണുങ്ങളും ബോൾഡാവും, പെണ്ണുങ്ങളും ബോൾഡാവട്ടെ. ഇപ്പോൾ ഈ ഒരു ഷോയിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പെണ്ണിനെതിരെ ഗെയിം കളിക്കും, ചിലപ്പോൾ ആണിനെതിരെ ഗെയിം കളിക്കും. ഇപ്പോൾ പെണ്ണിനെതിരെ ഗെയിം കളിക്കുന്ന സമയത്ത് എന്താണ്, നീ ധൈര്യമുണ്ടെങ്കിൽ ആണിനെതിരെ ഗെയിം കളിക്കണമെന്ന് പറയുന്ന സമയത്ത് എന്തോ പെണ്ണുങ്ങളുടെ എതിരെ ഗെയിം കളിച്ച പെണ്ണുങ്ങളെന്തോ വീണ് പോവും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് തിരിച്ച് കളിക്കാൻ കഴിവില്ല എന്നുള്ളൊരു അർത്ഥമല്ലേ ഗബ്രി യഥാർത്ഥത്തിൽ വെക്കുന്നത്. അപ്പോൾ ഗബ്രി ശരിക്കും പറഞ്ഞാൽ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ പെണ്ണുങ്ങളോട് പ്രത്യേകിച്ച് വലിയ റെസ്പെക്റ്റോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഗബ്രി ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇത് ഗബ്രി ഇങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ പറയുന്ന സമയത്ത് അവിടെയുള്ള പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് തന്നെ ഗബ്രിക്കെതിരെ റിയാക്ട് ചെയ്യേണ്ടതാണ്. അതെന്താണ് ഗബ്രി എന്ന് ചോദിക്കണം. അതെന്താണ് ഗബ്രി, പെണ്ണുങ്ങൾ കുറച്ചിലാണോ? എന്താണ് പെണ്ണുങ്ങൾക്കെതിരെ ഇന്ന ആൾ ഗെയിം കളിച്ചാൽ ഞങ്ങൾക്ക് എന്താ തിരിച്ച് കളിക്കാൻ അറിയില്ലേ, ഞങ്ങൾക്ക് എന്താ നേരിടാൻ അറിയില്ലേ, നീ വലിയ വർത്താനൊന്നും പറയാൻ വേണ്ടി നിൽക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തിരിച്ചു ചോദിക്കാൻ വേണ്ടി പോകണം. അത് അധികം ആൾക്കാർ ചോദിക്കാനൊന്നും പോകുന്നില്ല, വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് അതിനെക്കുറിച്ചിട്ടൊന്ന് മെൻഷൻ. എനിക്ക് തോന്നുന്നു ശ്രീരേഖ എന്തോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് വേറെ ആരും അങ്ങനെ കാര്യമായിട്ട് ഗബ്രി എടുത്ത് അങ്ങനെ ഒരു ഡയലോഗ് അടിക്കണതിനെ കുറിച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. അതെന്ത് വർത്തമാനാ. പിന്നെ ജാസ്മിൻ വലിയ ചങ്കാണെന്നും പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടല്ലോ. ജാസ്മിൻ ഒരു പെണ്ണല്ലേ, അപ്പോൾ ജാസ്മിന് വേണമെങ്കിൽ ഗബ്രിയോട് ചോദ്യം ചെയ്യാലോ, നീ അങ്ങനെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെയുള്ള വർത്താനം നീ പറയാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ആർക്കെതിരെ വേണമെങ്കിലും ഏത് ജെൻഡറിലുള്ള ആൾക്കാർ വേണമെങ്കിലും ഗെയിം കളിക്കും. അതിൽ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഷോയിൻ്റെ അകത്ത് ആൺ പെൺ വ്യത്യാസം നോക്കേണ്ട കാര്യമില്ല. ഫിസിക്കൽ ടാസ്ക് വന്നാലും എന്ത് ടാസ്ക് വന്നാലും എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് എന്താണ്, ഈ ധൈര്യം ഉണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കടാ, അല്ലെങ്കിൽ ആണുങ്ങളുടെ അടുത്ത് കളിക്കടാ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് മോശമാണ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അത് ജാസ്മിനും പറഞ്ഞു കൊടുക്കുന്നില്ല. അതൊക്കെ എന്ത് ശോകമാണ്. അത്ര വലിയ കേമത്തെയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെയൊക്കെയാണ് വോയിസ് റൈസ് ചെയ്യേണ്ടത്. അത്ര കേമസിയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് വർത്തമാനം പറയേണ്ടത്. അതൊക്കെയാണ് ഒരു കോണ്ടന്റ് ആയിട്ട് വരേണ്ടത്. അല്ലാണ്ട് ചീഞ്ഞളിഞ്ഞ കണ്ടന്റുകളും കൊണ്ട് വന്നിട്ട് എന്താണ് കാര്യമുള്ളത്? ഇത് ഞാൻ കുറച്ചായിട്ട് നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഗബ്രി അത്ര പെർഫെക്റ്റ് മെറ്റീരിയൽ ഒന്നുമല്ല. ഗബ്രി ഓഫ് കോഴ്സ് ഗെയിം കളിക്കുന്നുണ്ട്. ഗബ്രി അത്യാവശ്യം ഗെയിം കളിച്ച് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. പൊട്ടൻഷ്യൽ ഉണ്ട്, കാലിബർ ഉണ്ട്, ഇതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. പക്ഷേ ഗബ്രിക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഗബ്രിയുടെ വായൊന്നും ഇടയ്ക്ക് ചാടുന്ന കാര്യങ്ങൾ അത്ര രസകരമായിട്ടുള്ള കാര്യങ്ങളല്ല, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇനി ഗബ്രിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്നോട് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ന്യായമായിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഗബ്രിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, വായടക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആദ്യം നിർത്തേണ്ട ഈ ഒരു വൃത്തികെട്ട പരിപാടി അത് ലാലേട്ടനൊന്ന് വന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കാരണം വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഗബ്രിയുടെ അടുത്ത് ഒരു വിഷയം വരുമ്പോൾ ഗബ്രി വാ തുറന്ന് സംസാരിക്കണം, ഗബ്രി മാത്രം വർത്താനം പറഞ്ഞാൽ മതി. അവിടെ മനസ്സിലായില്ലേ? ഇവിടെ ഗബ്രിക്ക് ഒരു വിഷയം വരുന്ന സമയത്ത് ജാസ്മിൻ കയറി വലിയ ഷോ ഓഫ് നടത്തുന്നുണ്ട് അതിൻ്റെ അകത്ത് കിടന്നിട്ട്. അത് എനിക്ക് ഇടയ്ക്കായി ഇവളെന്തിനാ അതിൻ്റെ ഇടയിൽ കൂടെ കയറുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതേപോലെ തന്നെ ജാസ്മിൻ ഒരു വിഷയം വരുന്ന സമയത്ത് അവിടെ ജാസ്മിന് വർത്തമാനം പറഞ്ഞാൽ പോരെ, കഴിവില്ലാത്തവരാണെങ്കിൽ പോട്ടെ, രണ്ടെണ്ണത്തിനും ഒറ്റയ്ക്ക് സംസാരിക്കാൻ കഴിവുണ്ടല്ലോ. പക്ഷേ ജാസ്മിന് വിഷയം വരുന്ന സമയത്ത് അവിടെ ഗബ്രി എണീച്ച് വന്നിട്ട് ഭയങ്കര സീനാക്കിയിട്ടൊക്കെ കാണിക്കണതാണ്. അപ്പോൾ ഇത് ഭയങ്കര ശോകമാണത്. ഇത് ഇവർ കംഫർട്ട് സോണിൽ നിന്നിട്ട് ഇവർ അതിൽ ഓക്കെ ആയി, അവർ വളരെ ഹാപ്പിയാണ് ആ ഒരു കംഫർട്ട് സോണിൻ്റെ അകത്ത്. ആണും പെണ്ണും ഒരുമിച്ചിരിക്കണമെന്നും എനിക്കൊരു വിഷയമല്ല കേട്ടോ. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ആ ഫ്രണ്ട്ഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ മുമ്പോട്ട് പോയിക്കോട്ടെ. പക്ഷേ ആസ് എ കണ്ടസ്റ്റൻസ് ഒരിക്കലും കംഫർട്ട് സോൺ വരാൻ പാടില്ല. അതിൻ്റെ അകത്ത് ആരുടെ ഇടയിലും കംഫർട്ട് സോൺ വരാൻ വേണ്ടിയിട്ട് പാടില്ല. കംഫർട്ട് സോണിൽ വന്നു കഴിഞ്ഞാൽ അത് സേഫ് സോണിലുള്ള കളി എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു ധൈര്യമാണല്ലോ, എനിക്ക് വേണ്ടി അവന് വേണ്ടി ഇവൾ സംസാരിക്കും എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവുന്നിടത്ത്
ആ കോമ്പിനേഷൻ പൊട്ടുമ്പോഴാണ് ചന്തം ഉണ്ടാവുന്നത്. ആ കോമ്പിനേഷൻ പൊട്ടി ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിലുള്ള കാലിബർ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാലും കളിക്കാൻ പറ്റുമെന്നുള്ളൊരു സംഭവം പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ കോംബോ പൊളിയുന്ന സമയത്താണ്. അതുവരെ ഇത് നോക്കി കാണുന്ന സമയത്ത് ഈ കംഫർട്ട് സോണിൽ നിന്ന് വരുന്ന ധൈര്യമായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഇതെല്ലാം ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം ഷോ ഇനിയും കിടക്കുകയാണ് ദിവസങ്ങൾ. ഇതുപോലെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, സുഖം നഷ്ടപ്പെടും. പിന്നെ വൈൽഡ് കാർഡ് എൻട്രി വരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഈ കോംബോ പൊട്ടിക്കുന്ന സ്ട്രേറ്റ് ഫോർവേഡായിട്ട്, വൾഗറായിട്ട് കളിച്ച് പൊട്ടിക്കണ്ട, സ്ട്രേറ്റ് ഫോർവേഡായിട്ട് സദാചാരം പറയാണ്ട് തന്നെ ഈ കോംബോനെ പൊട്ടിക്കാൻ പറ്റുന്ന കഴിവുണ്ടായാൽ മതി, നാവില് നല്ല രീതിയിലുള്ള വർത്തമാനം ഉണ്ടായാൽ മതി, പോയിന്റുകൾ വന്നാൽ മതി, സുഖമായി ആ കോംബോനെ സദാചാരം പറയാൻ തന്നെ പൊട്ടിക്കാൻ വേണ്ടി പറ്റും, നല്ല അന്തസ്സായിട്ട്. അതിന് കഴിവ് വേണം. അങ്ങനെ ഈ കോംബോ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് വൈൽഡ് കാർഡായിട്ട് കയറി ചെല്ലേണ്ടത്. ആ കോംബോ പൊട്ടിയേ പറ്റൂ. ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ആത്മാർത്ഥമായിട്ട് അത് പപ്പടം പൊട്ടണ പോലെ ആ കോംബോ പൊട്ടാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് ഞാൻ. ഇവർ തമ്മിലുള്ള മത്സരം കാണാൻ വേണ്ടിയിട്ടുള്ള കൊതിയോടുകൂടി കാത്തിരിക്കുകയാണ് ഞാൻ ആക്ച്വലി. പിന്നെ ജാൻമണി എന്ത് പുണ്ണാക്കാണ് കാണിക്കുന്നത്, എന്ത് പുണ്ണാക്കാണ് ഈ ജാൻമണി കാണിക്കുന്നത്. അയ്യേ, അവർക്കെതിരെ എന്താ വർത്തമാനം പറയാൻ എന്താ പേടിയുണ്ടോ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന്? അവരെന്താ ജെൻഡർ കാർഡ് ഇറക്കും എന്നുള്ള പേടിയുണ്ടോ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന്? വൃത്തിയായിട്ട വർത്താനാണ് അവർ പലപ്പോഴും പറയുന്നത്. അവരെന്തോ ഈ അടുത്ത് ഞാൻ പറയണ കേട്ടു, ഏതൊരു ലൈവിൻ്റെ അകത്ത് ഏതൊരു എപ്പിസോഡിൻ്റെ അകത്തോ അവർ ഏതൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ എന്തോ കരിയർ നശിപ്പിക്കുക അത്രേ ഫാഷൻ ഇൻഡസ്ട്രിയിൽ, അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു. ആരെങ്കിലും ഓർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഫാഷൻ ഇൻഡസ്ട്രിയിൽ അവർ എന്തോ അവരോട് കളിച്ചു കഴിഞ്ഞാൽ കരിയർ കളയോ അത്രേ, കരിയർ നശിപ്പിച്ച് കളയോ അത്രേ. ഇവരാരാ കരിയർ നശിപ്പിച്ച് കളയാൻ? അടിച്ച് പൊളിക്കണം അവരെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തൂക്കിയെടുത്ത് വെളിയിൽ കളയേണ്ട സമയം കഴിഞ്ഞു. ഇമ്മാതിരത്തെ വാർത്തമാനം പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ നോറേനെ എന്തോ പ്രാഗി വിടുന്ന എന്തോ ഒരു പരിപാടി ഞാൻ കണ്ടായിരുന്നു. എന്താണ് ശബ്ദം പോകണം, കൈയൊടിയണമെന്നോ കാലൊടിയണമെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഇവർ പ്രാഗിയൊക്കെ മുടി. ഇവരാര് ദൈവോ? അല്ലെങ്കിൽ ദൈവം പോലും പ്രാഗില്ല കേട്ടോ. പക്ഷെ ഇവരെന്താ വല്ല മന്ത്രവാദിയോ വല്ലതാണോ ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ഒരാളെ പ്രാഗി മുടിച്ച് വർത്തമാനം പറയാനൊക്കെ? ഇവരെന്താ നാവും മനസ്സും ശരിയല്ല. ഇവര് വളരെ ഇന്നസെന്റ് ആയിട്ടൊക്കെ നമുക്ക് ആക്ച്വലി പലപ്പോഴും തോന്നും. പക്ഷെ ഇവര് ദേഷ്യം വരുന്ന സമയത്ത് കാണിച്ചു കൂട്ടുന്ന പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, അയ്യയ്യ കർമ്മ നിങ്ങൾ എന്താ കാട്ടണമെന്ന് മുഖത്ത് നോക്കി പച്ചയ്ക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അമ്മാതിരി കാണിച്ചു കൂട്ടലാണ് കാണിച്ചു കൂട്ടുന്നത്. പിന്നെ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്, ഈ കോമണേഴ്സിനെ പുച്ഛം, അതേപോലെ തന്നെ എന്താണ് ഞാൻ ബിസിനസ് ക്ലാസ്സിലാണ് ഒലത്തണത് എന്നുള്ളൊരു വർത്തമാനം. ബിസിനസ് ക്ലാസ്സിൽ ഒലത്തി കഴിഞ്ഞാൽ എന്താ വലിയ ഇതായോ? ജാൻമണി ബിസിനസ് ക്ലാസ്സിൽ ഒലത്തണതാണത്രേ, ബാക്കിയുള്ള ആൾക്കാരെ പോലെ അല്ലാത്ര ജാൻമണി. അയ്യോ, എന്നാ ബിസിനസ് ക്ലാസ് പോയി കുത്തിയിരുന്നോ? അതല്ല നല്ലത്. ഇതിൻ്റെ അകത്തേക്ക് മെനക്കെട്ട് ഈ ലോ ക്ലാസിൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള തൊലിഞ്ഞ വേർതിരിവുകൾ ഈ ജാൻമണിക്ക് ആക്ച്വലി ഉണ്ട്. ഇതൊന്നും വെച്ച് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന കേസൊന്നല്ല. ഇതൊക്കെ ശരിക്കും പച്ചയ്ക്ക് വിളിച്ചു നിർത്തിയിട്ട് ഇൻസൾട്ട് ചെയ്യേണ്ട കേസാണ്, പിടിച്ചേറി കയറ്റേണ്ട കേസാണ് ശരിക്കും പറഞ്ഞാൽ ജാൻമണിയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അലമ്പ് അവരുടെ ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന അത്രേ. അവർക്ക് എന്തൊക്കെയോ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, ജാൻമണിക്ക് എന്തൊക്കെയോ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അവനൊന്നും അല്ലാത്തൊരാളാണ് എന്നുള്ളൊരു സാധനം അങ്ങനെ എന്തോ അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അവരിങ്ങനെ അവരെ തന്നെ ബൂസ്റ്റ് ചെയ്ത് പറയുകയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ താഴ്ത്തിക്കെട്ടി പറയുകയും ചെയ്യുന്നത്. അവനവനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നത് തെറ്റല്ല, മനസ്സിലായില്ലേ? അത് അവനവനെ ബൂസ്റ്റ് ചെയ്ത് പറയാം, കോൺഫിഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവനവനെ ബൂസ്റ്റ് ചെയ്ത് പറയാം. പക്ഷെ മറ്റൊരാളെ പ്രാഗി മുടിച്ചിട്ടും അല്ലെങ്കിൽ മറ്റൊരാളുടെ കരിയർ ഞാൻ അങ്ങോട്ട് മറ്റവനാക്കി കളയും, അങ്ങനെ ആക്കി കളയും, അല്ലെങ്കിൽ പ്രാഗി മുടിക്കലും ഞാൻ ബിസിനസ് ക്ലാസ് ആണ്, ബാക്കിയുള്ള ആൾക്കാരെ പോലെ ലോ ക്ലാസ് ഒന്നുമല്ല, ഞാൻ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ വളർത്തുന്ന ആളാന്നൊക്കെ പറയുന്ന സമയത്ത് പുച്ഛം പരമ പുച്ഛം ആണ് തോന്നുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും അതിൽ കുറഞ്ഞ് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കിയൊക്കെ എപ്പിസോഡും പരിപാടികളൊക്കെ വരട്ടെ, വൈൽഡ് കാർഡൊക്കെ വരട്ടെ. ശരി എന്നാ.